ഇനി നമുക്ക് ഇതെല്ലാം വെള്ളം ഒഴിച്ച് വെക്കാം, കഴുകാൻ വേണ്ടി എളുപ്പത്തിൽ. നമ്മൾ സ്മൂത്തി ഒക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വെള്ളം ഒഴിച്ച് വെച്ചാൽ കഴുകാൻ ഈസി ആയിരിക്കും. ഹലോ, അപ്പോൾ നമ്മൾ രാവിലത്തെ സൂംബ ക്ലാസ് കഴിഞ്ഞ് വന്നു. അപ്പോൾ സൂംബ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുടിക്കുന്ന സ്മൂത്തി ഉണ്ട്, അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം എടുക്കുന്നത് തന്നെ റാഗി പൗഡറാണ്. റാഗി പൗഡർ നമുക്കൊരു ഇതുപോലത്തെ ഒരു വലിയൊരു ടേബിൾ സ്പൂണാണെന്ന് തോന്നുന്നു. ഒരു വലിയ ടേബിൾ സ്പൂണും കുറച്ചും കൂടി ഇട്ടു. എന്നിട്ട് അതിൽ ഞാൻ രാവിലെ ചൂടാക്കി വെച്ച കുറച്ച് പാലുണ്ട്, പാൽ ഓൾറെഡി അതിലുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നല്ലോണം മിക്സ് ആക്കാം. അല്ലെങ്കിൽ അത് കട്ട വരും. നല്ല വെള്ളം പോലെ മിക്സ് ആക്കി എടുക്കാം, കട്ടയൊന്നുമില്ല. അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ഒരു 4 ബദാം, പിന്നെ ഒരു 2-3 വാൾനട്ട് അതൊക്കെ വെള്ളത്തിൽ കുതിർക്കണം. ഞാൻ കുതിർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഇപ്പോൾ ഇടുകയാണ്. ചെറിയ ഈത്തപ്പഴം ആയതുകൊണ്ട് ഒരു 4 ഈത്തപ്പഴം കുരു കളഞ്ഞത് അതും നമുക്ക് ഇതിലേക്ക് ഇടാം. കുതിർത്തതാണ് പിന്നെ ഇതിലേക്ക് ഇടണം. നമ്മൾ മിക്സിയിൽ അത് അടിക്കുമ്പോൾ മാത്രം ഇട്ടാൽ. അപ്പോൾ ഞാൻ കുതിർക്കാൻ മറന്നുപോയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ ഇടുന്നത്. 4 വാൾനട്ട്, 4 ബദാം, അതുപോലെ ഒരു 4 കഷ്ണം അണ്ടിപ്പരി, ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിൽ വേറെ ഷുഗറോ ഒന്നും ഹണിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഈത്തപ്പഴത്തിന്റെ മധുരം ഞാൻ ഇതിലുള്ളൂ. ഉണ്ടാക്കണ്ട, ഞാൻ തിളച്ചിട്ട് വന്നോടുത്തു. ഇതിങ്ങനെ കുറച്ച് ഒരു കട്ടിപ്പരുവും. നേരത്തെ ഭയങ്കര ലൂസല്ലേ, ഇതിന് കുറച്ച് തണിയാൻ വെക്കണം. തണിയുമ്പോഴത്തേ കുറച്ചും കൂടി കട്ടിയാവും. വെച്ചാൽ നമുക്കിവിടെ തണിയാൻ വേണ്ടി പറ്റും. അപ്പൊ ഓക്കെ, നമ്മളെ നേരത്തെ ആക്കി വെച്ചാൽ നമ്മളെ റാഗി അത് കട്ടയെ തണുത്തു കണ്ട, ഇങ്ങനെ അലുവ പോലെ. ഇനി നമുക്കിത് നമ്മുടെ മിക്സിയിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മൾ ഒരു റോബസ്റ്റ പഴം, ഇത് പഴുത്തിട്ടില്ലാന്ന് തോന്നുന്നു, ഇത്രക്ക് പഴുത്തിട്ടില്ല, ഞാനും സാറില്ല. ഒരു റോബസ്റ്റ ഇതിൽ മുറിച്ചിട്ട് ആഡ് ചെയ്യാം. കുറച്ച് പാലും കൂടി ഒഴിക്കരുത്. ഓക്കെ, പാലൊഴിച്ചു. നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ അരച്ച് കഴിഞ്ഞു. യെസ്, ഉണ്ടോ? ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. യെസ്, നമ്മളെല്ലാം അരഞ്ഞു കേട്ടോ. ബദാമും അണ്ടിപ്പരിപ്പും വാൾനട്ടും നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ക്വാണ്ടിറ്റി, ആ ഒരു വലിയ സ്പൂണും കുറച്ചും കൂടി എടുത്ത് നമുക്ക് ഈ ഒരു വലിയ ഗ്ലാസ്സിൽ നിറച്ച് സ്മൂത്തി നമുക്ക് കുടിക്കാം. ഓക്കെ, ആവശ്യത്തിലെല്ലാം മധുരമുണ്ട്. ഈത്തപ്പഴം 4 ഈത്തപ്പഴം ചെറുതായി എത്തിയിട്ടുണ്ട്. പഴം ഒരുപാട് പഴുത്തിട്ട, ഒന്നും അധികം മധുരമില്ല, എന്നാലും ഈ ഒരു മധുരം മതി. അങ്ങനെ ഡയറ്റ് ചെയ്യുന്നില്ലേ.